തൊട്ടടുത്ത വെമ്പായത്തും സംഘർഷം നേരത്തെ ഉണ്ടായതാണ്. ആ സാഹചര്യത്തിൽ 5 മണിക്ക് അവിടെ കൊട്ടിക്കലാശം അവസാനിപ്പിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ചിലയിടങ്ങളിൽ മാത്രം നേരിയ ഉരസലുകൾ ഉണ്ടായെങ്കിൽ രാഷ്ട്രീയമായി വലിയ ഉരസലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആർക്കൊപ്പമാണ് ജനകീയ പിന്തുണ എന്ന ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് കേരളം എത്താൻ പോകുന്നത്. പരസ്യ പ്രചാരണം ഇതാ അവസാനിക്കാൻ പോകുന്നു. ഇടുക്കിയിൽ നിന്നുള്ള വിഷ്വലുകൾ വരുന്നു. റോഷി അഗസ്റ്റിന്റെ മുഖം മൂടികളുമായി കുട്ടികൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെങ്ങന്നൂർ ഹരിപ്പാട് മണ്ഡലത്തിലാണ് പ്രചരണ സമാപനത്തിൽ പങ്കെടുക്കുന്നത്. കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി അവിടെ നൃത്തം വയ്ക്കുന്നത് നമുക്ക് കാണാം. രഘുനാഥ് അങ്ങനെ KT ജലീൽ എടപ്പാളിൽ പ്രസംഗിക്കുന്നത് കാണാം. പുലികളെ കാണാം. ഇങ്ങനെ കേരളമാകെ അത്യാവേശപൂർവ്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നൃത്തം വെച്ചതുപോലെ അദ്ദേഹം മണിമുറ്റ താവണിപ്പന്തൽ പാടി നൃത്തം വെക്കുമോ എന്ന് നമുക്കറിയില്ല. ഇനി എന്തായാലും ആ 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഹരിപ്പാടാണ് സുരേഷ് ഗോപി. അത് കണ്ണൂരിലെ ദൃശ്യമാണ്. കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി രഘുനാഥും സംഘവും നൃത്ത ചുവടുകളുമായി ഇളക്കി മറിക്കാൻ ശ്രമിക്കുകയാണ് കണ്ണൂരിൽ നേരത്തെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിനെല്ലാം അയവ് വന്നിട്ടുണ്ട്. വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങളിൽ അവസാന മിനിറ്റിലേക്ക് എത്തുമ്പോൾ ആവേശം അണ്ണമുറിയാതെ കണ്ണി പൊട്ടാതെ മുന്നോട്ട് നീങ്ങുകയാണ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും എല്ലാം. കഴിഞ്ഞ മണിക്കൂറിലെ ആവേശവും ഊർജവും ഒട്ടും ചോരാതെ മുന്നോട്ട് പോവുകയാണ്. ഇനി കേവലം 3 മിനിറ്റിന് അടുത്ത സമയം മാത്രമേ ഉള്ളൂ കൊട്ടിക്കലാശം അവസാനിക്കാൻ. ഇനി നിശബ്ദ പ്രചാരണമാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു സ്വിച്ചിട്ട പോലെ എല്ലാം ഒറ്റ നിമിഷം നിശബ്ദമാകുന്ന തരത്തിലേക്ക് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 3 മിനിറ്റ് മാത്രം ബാക്കി. ആരവങ്ങൾ, ഈ ആഘോഷങ്ങൾ അവസാനിപ്പിക്കണം. ഇനി ജനങ്ങൾക്ക് സമാധാനപൂർണ്ണം തീരുമാനമെടുക്കാനുള്ള സമയമാണ്. അവസാന മണിക്കൂറിൽ മാത്രം തീരുമാനമെടുക്കുന്ന ജനങ്ങളുണ്ട്. അവർ ഈ വാദ്യഘോഷങ്ങളുടെയും ശബ്ദബഹളങ്ങളുടെയും ഒക്കെ നടുക്ക് നിന്ന് മാറി സ്വന്തമായി ഒരു തീരുമാനമെടുക്കണം. ജനങ്ങളുടെ സമ്മതിദാനാവകാശം ഏറ്റവും അടിസ്ഥാന അവകാശമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. മറ്റന്നാളാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇന്ന് പ്രചരണം ആവേശത്തോടുകൂടി കൊട്ടിക്കയറി അവസാനിക്കുകയാണ്. 3 മിനിറ്റിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കും. MA ബേബി ഉൾപ്പെടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു. MA ബേബി കൊല്ലം മണ്ഡലത്തിലാണ് ജയമോഹന് വേണ്ടി വോട്ട് തേടാനായി അവസാന ലാപ്പിൽ. കൊല്ലത്തെ ആവേശം വാനോളം എത്തിക്കാൻ ഇടത് ക്യാമ്പിന് പിന്തുണയും ഊർജ്ജവും നൽകാൻ MA ബേബി ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തെരുവിലുണ്ട്. കൊല്ലത്ത് നിന്ന് അദ്ദേഹത്തെ ഉൾപ്പെടെ നമ്മൾ കാണുന്നു. പ്രചാരണം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ആവേശത്തിന് ഒട്ടും കുറവില്ല. ഓട്ടോറിക്ഷ തന്നെ നിരത്തി ഓട്ടോറിക്ഷ ചിഹ്നം ജനങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ്. അതായത് റോഷി അഗസ്റ്റിന്റെ അല്ലേ ഇടുക്കിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. റോഷി അഗസ്റ്റിന്റെ മുഖം മൂടി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടില ഉള്ള കുട്ടികൾ അതിനൊപ്പം നമ്മൾ കാണുന്നുണ്ട്. നിമിഷങ്ങൾ മാത്രം ബാക്കി. 5:58. 2 മിനിറ്റുകൾ മാത്രം ബാക്കി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. വാദ്യഘോഷങ്ങളോടെ, ആഹ്ലാദാരവങ്ങളോടെ, നൃത്ത ചുവടുകളോടെ 3 മുന്നണികളുടെയും പ്രവർത്തകർ പ്രചാരണം അവസാനിപ്പിക്കുകയാണ്. VD സതീശനെ ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്നുണ്ട്. KT ജലീലിനെ മറുഭാഗത്ത് കാണുന്നുണ്ട്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും നമ്മൾ കാണുന്നു. കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നു. കുട്ടികൾ നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങൾ അത് കൊല്ലത്ത് നിന്നാണ്. LDFന് വേണ്ടിയുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ചെങ്കൊടിയും മൂവർണ്ണക്കൊടിയും BJPയുടെ പതാകയും ഒക്കെ വാനോളം ഉയരത്തിലാണ്. അവസാന മിനിറ്റിലെത്തിയിരിക്കുന്നു. ലാസ്റ്റ് മിനിറ്റ് പ്രചാരണം കൊട്ടിക്കയറി അവസാനിക്കുകയാണ്. പ്രവർത്തകരോട് ശാന്തരാകാൻ നേതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പരസ്യ പ്രചാരണം അങ്ങനെ സമാപിക്കുകയാണ്. ആരവങ്ങൾ അടങ്ങുകയാണ്. ഇനി ജനമനസ്സുകൾ തീരുമാനിക്കണം. മറ്റന്നാളാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. എന്തായിരിക്കും ഈ കോലാഹലങ്ങളുടെയൊക്കെ റിസൾട്ട് എന്നറിയാൻ നമ്മൾ മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കുകയും വേണം. വലിയ ദീർഘമായ കാത്തിരിപ്പാണ്. അങ്ങനെ ഉണ്ടാകില്ല എന്നിക്കുറി പ്രതീക്ഷയെങ്കിലും ഒരു ദീർഘമായ കാത്തിരിപ്പാണ്. ഏറെക്കുറെ 1 മാസം കാത്തിരിക്കണം. വല്ലാത്ത ടെൻഷനായിരിക്കും സ്ഥാനാർത്ഥികൾക്ക്, പ്രവർത്തകർക്ക്, എല്ലാവർക്കും. ആരാകും വിജയിക്കുക? എൻ്റെ മണ്ഡലത്തിൽ ആര് ജയിച്ചു?